ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് മെയ് 1 മെയ് ദിനമാണ്, തൊഴിലാളി ദിനമാണ്. ഇന്ന് എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇല്ലായിരുന്നു, ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഗുളിയെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള ഇതിലാണ്. ഫുഡൊക്കെ കാണിച്ചു തരാം. അപ്പം ചോറായിട്ടോ. ചോറ് എന്താണ്? ഇത് നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്ക്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇന്നലത്തെ ആണ് കേട്ടോ. പിന്നെ കുറച്ച് കപ്പ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തോര ഇരിപ്പണം, അതെടുത്ത് ചൂടാക്കണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് ഇത്രയൊക്കെയാണ്. എൻ്റെ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇന്നത്തെ സമയം കിട്ടിയോണ്ട് എല്ലാമൊക്കെ മാറ്റി കേട്ടോ. ഒരു മീൻ ഇതിനകത്തുണ്ട്, ഫൈറ്റർ മാൻ. എല്ലാവർക്കും വെള്ളമൊക്കെ മാറ്റി കൊടുത്ത്. അപ്പം മെയ് ദിനമായിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര ചൂടും വെയിലുമായിരുന്നു. ഇന്നലെയൊക്കെ രാത്രിയൊക്കെ മഴയൊക്കെ ഇച്ചിരി ചാറിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ഒരു ആശ്വാസം രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങി, വെയിൽ തുടങ്ങി. അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാൻ വെച്ചിരുന്നു, തുണികളൊക്കെ കഴുകാണ്ടായിരുന്നതൊക്കെ കഴുകിയിട്ടേക്കുന്നു. നമ്മുടെ ലിയോ കൂട്ടി തന്നെ ഉണ്ട്, റൂണി ഇവിടെ ഉണ്ട്. കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെയിൽ. അപ്പോൾ ഇന്ന് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. സമയത്തിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ കിട്ടാത്തത്. ഡെയിലി ഒരു ഷോർട്സൊക്കെ ഇട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. വഴിയെ നമുക്കെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരുടെയും ചോറ് നമുക്കിവിടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ 4 അംഗങ്ങളുണ്ട്. 4 അംഗങ്ങളുള്ള ചോറ് തല ധ്യാനൂസിന് വേണം കൊണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ധ്യാനൂസിൻ്റെ ചോറ് അമ്മയ്ക്കുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, എനിക്കുണ്ട്. എനിക്ക് മീനോട് വലിയ താല്പര്യമില്ല. മീൻ പൊരിച്ചത് ആണെങ്കിൽ ഞാൻ കഴിക്കും, കറി വെച്ചുകൊണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല. പിന്നെ അച്ചാറ്, മാമ്പഴ പുളിശ്ശേരി. ഞാനപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ യുവന്മാരെല്ലാം കൂടെ കിടന്നങ്ങ് കളിയും ബഹളം തന്നെ. അപ്പം ഞാൻ എത്രയുടെ വന്നപ്പോൾ റൂണി എൻ്റെ അടുത്ത് ഒന്ന് നിൽക്കാൻ സ്നേഹം പ്രകടിപ്പിക്കും. അപ്പം വീഡിയോ എടുക്കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതായിട്ടോ. ഇവന് നല്ല വയസ്സായി കേട്ടോ. ഇവന് കണ്ണ് കാഴ്ചയ്ക്ക് കുറവുണ്ടെന്നും ചെവിക്ക് കേൾവി കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര സ്നേഹമാണ് കണ്ടോ. ഞങ്ങൾ ആരിരുന്ന് കഴിഞ്ഞാലും ഓടി എത്തും. ഇവന് മണം പിടിച്ചാലും അവൻ എത്തേണ്ടടുത്ത് എത്തും കേട്ടോ. എന്നാലും ചെറിയ പ്രശ്നം കൊണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എന്താണെന്നുള്ളത് അവൻ അറിയത്തില്ല പറഞ്ഞു തരാൻ. കണ്ണ് പൊത്തി കളിക്കണം, കാണിച്ച് കണ്ണ് പൊത്തിക്കട, കണ്ണുപൊത്ത് 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 കണ്ട കണ്ണ് പൊത്തണ കണ്ട നമ്മൾ റൂണി. അടുത്ത ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോരുത്തരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ കണ്ടോ റൂണി ഇവിടെ സ്നേഹ പ്രകടിപ്പിച്ചപ്പോൾ ലവ ഓടി വന്നപ്പോൾ റൂണി അവൻ്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ട് ചാടി കയറാനും പുറത്തൊക്കെ. രണ്ടുമാരും പയ്യന്മാരായതുകൊണ്ട് ഭയങ്കര ലവ വാലിട്ട് അടിയെ കൊടുത്തിട്ട് അവൻ മാറിപ്പോകും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പത്തരങ്ങളായിട്ടോ. അപ്പൊ ഇവനാണല്ലോ ഇവിടത്തെ രാജാവ്. അപ്പൊ ലവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വല്ലപ്പോഴൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നില്ലേ. അപ്പൊ അമ്മ ഇടകൊണ്ട് നേരെ അവൻ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പൊ ലവൻ്റെ ഇച്ചിരിയൊക്കെ കുശുമ്പത്തര കൂടുതലാണ് ലിയോയ്ക്ക്. ഇപ്പൊ റോണി പിന്നെ പാവമാണ് കേട്ടോ, ഒന്നും ചെയ്യത്തില്ല, മിണ്ടാതെ നോക്കി നിൽക്കും. റോണിക്ക് ഉണ്ട് ചെറിയ ചെറിയ കുശുമ്പത്തരങ്ങളൊക്കെ അവനും ഉണ്ട് കേട്ടോ. ഇവൻ വന്ന് നിൽക്കുമ്പോൾ അവൻ വന്ന് ചാടി കയറി ഇടിച്ച് കയറിയൊക്കെ നിൽക്കും. അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് വരും. വൈകുന്നേരം പിന്നെ രണ്ടുമാരും തുറന്നു കിട്ടും. ലിയോനെ പിന്നെ ഫുൾ ടൈം തുറന്നു വിടാൻ പറ്റത്തില്ല. അവന്റെ കൈയിരിപ്പ് അത്ര ശരിയല്ല. അവൻ എല്ലാം എടുത്ത് വാരി വലിച്ച് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റബ്ബർ ബാൻഡ് അങ്ങനെയുള്ള എല്ലാം എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഇവനെ അങ്ങനെ തുറന്നു വിടത്തില്ല. മറ്റവനെ പിന്നെ ഫുൾ ടൈം നമ്മൾ തുറന്നു വിട്ടേക്കും. ഇതിപ്പോൾ നമ്മളിൽ പാലക്കാട് പോയ ദിവസം അമ്മ ഫുൾ ടൈം രാത്രി തുറന്നു വിട്ടു. അപ്പോഴത്തേക്ക് എന്തോ എടുത്ത് കഴിച്ചിട്ടാണ് ഇപ്പോൾ വയറിന് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതാണ് ഇവന്റെ പ്രശ്നം. ഇവന് വായിൽ എന്താ കഴിക്കേണ്ടെന്ന് ഇവന് അറിയത്തില്ല. സെർലാക്ക് വേണ്ടടാ നിങ്ങൾക്ക്, സെർലാക്ക്. ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൊച്ചു ഓടിപ്പോയി ഉടുപ്പെടുത്തിട്ടുണ്ട് വന്നു ഗായ്സ്. എൻ്റെ കൊച്ചിന് ചൂട് കാരണം കുട്ടിയാണ്, ഓടിപ്പോയി ഉടുപ്പ് എടുത്തിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. പിന്നെ അവന് വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ്. ഇവനാണ് പട്ടിയുടെ എന്തെന്ന് പറയും, ഇവരുടെ ഹെയർ ടേക്കറാ. രണ്ടിട്ട് ചികിത്സ. അപ്പോൾ ലിയോയുടെ കൈയിരിപ്പ് കാരണം ലിയോയ്ക്ക് ഛർദിലും വയറിളക്കും ഒക്കെ ആയിരുന്നു. പോയേക്കാണ് വീണ്ടും തോട്ടത്ത്. ലിയോയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി.
അപ്പിടാനോ ശുശ്രൂഷിക്കാനാണ് ഇങ്ങനെ വിളിച്ചവിടെ ഇരുത്തവിടെ. അയ്യോ എൻ്റെ സെർലാക്ക് ഇറങ്ങിപ്പോടാ. സെർലാക്കാണ്, സെമോലാക്ക്. മരുന്ന് കുടിക്കാൻ എത്ര അനുസരണയോട് പിടിക്കുന്ന പട്ടിക്കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട, അയ്യോ അതിൻ്റെ ഫ്രണ്ട് കിട്ടിയിട്ടിരുന്നു നീ, എന്നാലും കുഴപ്പമില്ല, മരുന്ന് കുടിച്ചാണ്ട. എന്നാ മതി, ആ വാലിൻ്റെ ആട്ടലൊക്കെ നിർത്ത്, തെറിച്ച് പോവാ. അടുത്ത വന്നു റോണീനെ മരുന്ന് കുടിക്കാൻ വിളിച്ച ഞാൻ റോണി ഇപ്പോൾ ഓടും. അത് പറഞ്ഞാൽ ഫിഷ് ഓയിൽ മാത്രം വെച്ച് കടിച്ചേരും കേട്ടോ. വേണ്ട കേട്ടാ, ഇനി ഓടും. ഇങ്ങനെ ആട്ടാ പോയി കണക്ക്. മരുന്ന് വേണ്ടെന്ന് ഇനി വരില്ല. റോണി മരുന്ന് കുടിക്കൂല. മരുന്ന് വേണോ? ഇവൻ മരുന്ന് വിരോധിയിൽ, അവൻ മരുന്ന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഇവനെ മരുന്ന് കുടിപ്പിക്കാൻ വലിയ പാടാണ്. ഇവൻ മരുന്ന് കുടിക്കൂല. അവൻ നമ്മുടെ ഏറ്റവും മൂത്ത ആളാണ്. മൂത്ത ആൾക്ക് ഇതുവരെ ഇങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ ശുക്കുടു? ഇടയ്ക്ക് ഒരു ചുമയൊക്കെ വന്ന് മരുന്ന് കൊടുക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഈ ചെറുക്കനെ കാരണം എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റൂല. തൂക്കാൻ പോകുന്നത്, തൂക്കാൻ പോകും. ലവങ്ങും എവിടെ പോയി എനിക്കൊന്ന് ഷിറ്റിന് പോകണമാണ്. ഷിറ്റ് സമ്മതിക്കൂല. ഒരു പട്ടിയുണ്ട്, അതിന് ഇതുവരെ കൊടുത്തെന്ന് 16 രൂപ കാണിച്ചിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലിയോയ്ക്ക് കൊടുക്കണം ഗൈസ്. ഇങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല, 5 തവണയും മുതൽ കൊടുക്കാറുള്ളത്. കോട്ടിനുള്ളത് ലിവറിനുള്ളത് സ്വന്തം കൊച്ചിന് കോട്ടിനുള്ളത് ലിവറിനുള്ള വില കൊടുക്കാറുണ്ടോ ചോദിക്കും. ഇല്ല. വന്നിട്ട് അടുത്ത ആള്. ഇനി അടുത്ത സെർലാക്ക്. അവര് ആഹാരം 2 ദിവസം കൊണ്ട് വെറുപ്പാണ് ഗൈസ്. അല്ലെങ്കിൽ എന്തിനിട്ടിരുന്നാലും എടുത്ത് തിന്നുന്നവനാണ്. ഇരിക്കില്ലയോ ലിയോ ഇരി. അതിനെ പറയാൻ പോണോക്കണം. അല്ലെങ്കിൽ അവന് തരൂ, എനിക്ക് തരൂ. ഇവൻ തിന്നൂല. ഇവൻ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഫുഡൊന്നും കിട്ടാൻ ഇഷ്ടമല്ല. ഫാസ്റ്റ് ഫുഡ്സ് ഇവന് ഇഷ്ടമല്ല. എന്തിനാ ബൈക്ക് കൊടുക്കാൻ തൂടി പെട്ട ചാടി വേല കയറിയത. അവൻ തിരിക്കാതെന്നു ചന്തി ചൂടാണ് പാറയിലിരിക്കുമ്പോ. അവന് ചോറ് വേണ്ട, അവന് സെർലാക്ക് മതി. സെർലാക്ക്. ഡേ റൂണി, ലിയോ 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 വായിന്നിട്ട് വീണ്. പക്ഷെ അവൻ ചോറ് കുറച്ച് തിന്നോളൂന്ന് വേണ്ടാത്തോണ്ട്. ലിയോ സെർലാക്ക്, ഷെർലാക്ക് തന്നെ പേര് സെമോലാക്ക് കുടിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ അവന് വയ്യാത്തോണ്ട് കൊടുക്കണം കേട്ടോ. 2 ദിവസം വയ്യായപ്പം പട്ടി ഉണങ്ങി ചാവാറായ കണക്കായി. റോണിക്ക് വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. എന്നാടാ ഇവൻ ദേഷ്യം വന്ന് വെച്ച് കടിച്ചു തരും. ഇവൻ അങ്ങനെയാണ്. ഇവ വായം തരും. ഇവന് മവിലാഖരമായി മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം വയറ്റ് കൂടിയതിനോട് അത് വേണം. പോയി നോക്കാം. അങ്ങോട്ട് എന്തിനാ മരുന്നാണ് അവൻ തിരിഞ്ഞു പോയി നോക്കണല്ലോ. തിരിഞ്ഞു പോകണം. തീർന്നല്ലേ കളഞ്ഞിട്ട് പോടെ. പോട്ട് പോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അടുത്ത ജോലിയിലേക്ക് കടക്കുകയാണ് ഗൈസ്. എനിക്ക് തൂക്കം കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ തുറപ്പ തൊട്ടിട്ട് ഇപ്പം ദിവസങ്ങൾ എത്രയാണെന്ന് അറിയാമോ? പാവം അമ്മയാണ് ഉള്ള കൈവയ്യായിട്ടെല്ലാം തൂക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ പോയാൽ രാത്രി ആവത്തില്ലേ വരുമ്പോൾ. എന്നാലും വലിയ ചവറൊന്നും ഇല്ല. ഇതിൻ്റെ മൂട്ടിലൊക്കെ കിടക്കുന്നതൊക്കെ ഫുള്ള് ഇളക്കിയിട്ട് തൂക്കുന്നത് എന്നെ കൊണ്ടേ പറ്റുള്ളൂ. അമ്മയ്ക്ക് അതിൻ്റെ ഇടയിൽ കയറി തൂക്കാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം ഫുള്ള് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ്. ഞാൻ നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് ഇത്തരം ജോലികൾ ഇപ്പോൾ ഉള്ളത്. അതുവരെ ഇപ്പം അമ്മ എന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ തൂക്കുമ്പോൾ എൻ്റെ കൂടെ നടക്കും അമ്മ രണ്ടുപേരും.
രണ്ടുപേരും ആ സമയത്ത് തുറന്നോളൂ. ലിയോനെ നമുക്ക് കെട്ടിയിട്ട്, കാരണം ഓടി പടച്ച് എവിടെയെങ്കിലും പോയി ചവിട്ടി കാലിന്റെ സൈഡ് മുറിഞ്ഞിട്ടൊക്കെ വന്ന് കിടക്കുന്നത്. അങ്ങനെ അവനെ പിടിച്ച് കെട്ടിയിട്ടു. റോണിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങ് നടന്നോളും കൂടെ. ഞാൻ ഈ നിൽക്കണ നിപ്പ് എന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കാലും വെച്ച് അപ്പുറം വണ്ടി കിടന്നായി തൂക്കോ ഇല്ല. അമ്മ അങ്ങോട്ട് തൂക്കാൻ ഇറങ്ങിയിട്ട് അപ്പൊ ഇറങ്ങി ബാക്കിൽ അവിടെ കോഴി ഇറങ്ങണം. ഓ കൂടെ ചെയ്യാനുള്ളത് രാത്രി 10 മണിക്കാണ് ജോലി കഴിഞ്ഞ് വരണത്. അപ്പൊ എന്തിനു ചെയ്യണം? ജോലി കഴിഞ്ഞ് 10 മണിയാവാണ് വരണത്. അപ്പൊ ചെയ്യണം അവൾക്ക് അമ്മയും അവളെ അമ്മ പാവമൊക്കെ ഒത്തിരി കൈ ചെയ്യാത്ത മതി. അപ്പൊ അവരെ ഉള്ള എല്ലാം കൂടെ അവരുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ഇരിക്കും മേപ്പടെ കാലിൽ നിൽക്കൊണ്ട്. അത് വീഡിയോ എടുത്തിട്ട് വൈറലാവട്ടെ. നമ്മളെ റംബൂട്ടാൻ കണ്ട് കഴിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. കുറച്ച് പിടിച്ചിട്ടുണ്ട്, കാഴ്ച വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒന്നും കഴിക്കാൻ രക്ഷിച്ചില്ല, അതെല്ലാം കൊഴിയുന്നുണ്ട്. ഇത് കാണിച്ചോണ്ടിരുന്നത് ഇതെല്ലാം കണ്ട കരിഞ്ഞു പോകുന്നു. ഇത്ര വെയിലിന്റെ കാടില്ല. ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും അയ്യോ പാവപ്പെട്ട ചേട്ടൻ അവിടെ ഫുള്ള് ജോലിയും ചെയ്യുമെന്ന്. ചേട്ടൻ എന്തോ ഒരു ജോലിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കിടക്കണ ചവറൊക്കെ നൂത്തി ഇങ്ങനെ ഇട്ട് കൊടുത്ത പാടെ നിന്ന് ചെയ്യാനുള്ള ഇതിനകത്ത് വന്നിട്ട് തൂത്ത് തരുന്നതാണ് കേട്ടാ. ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ അങ്ങനെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ തപ്പി വന്ന് ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വിചാരിക്കുന്ന രാത്രി 10 മണിയാവും വളും പരിച്ച് അവൾ വരുമ്പം ഞാനങ്ങ് തൂത്തിട്ടൊക്കെ അമ്മ ഈ കൈയൊക്കെ വയ്യാതല്ലേ എന്ന് വിചാരിക്കും. അത് ചെയ്യൂല. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി കുനിഞ്ഞു നിന്ന് തൂത്ത് ചവറിപ്പുറത്തോ എടുത്തിറങ്ങി ഇത് പാടുണ്ട്. ഇതിനൊക്കെ എല്ലാം ഇളകി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തൂക്കാൻ നല്ല സുഖമുണ്ടല്ലോ. ഞാൻ അങ്ങനെ അത് വഴക്കും പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് ഈ പോണ പോക്ക്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഹെൽപ്പ് ചെയ്യണം ചേട്ടനെന്ന്. ഇങ്ങനെ അമ്മ അവിടെ എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാണ്, ഞാൻ നിങ്ങളൊരു തുറപ്പെടുത്ത് പോയി നോക്കിയാണ് നിങ്ങളെ പിറകെ വരും തൂക്കാൻ. വാഴ വെട്ട അമ്മ വിളയിൽ പിറകെ പോകുമ്പോൾ അമ്മേനെ കൂടെ കുണിയും പോകുന്നതാണ് ഞാൻ ആക്ഷൻ കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് സൗണ്ട് ക്ലിയർ ആക്കാൻ അമ്പലത്തിലെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് കറക്റ്റ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കോമഡി ആയിരുന്നു ഞാൻ പറയുമ്പോഴത്തേക്കും. നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും അവിടെ തൂക്കട്ടെ എന്ന് വിചാരിച്ച് തൂക്കാൻ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ വന്ന് തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന വിശേഷങ്ങൾ. ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും കാണാൻ വേണ്ടി പിടിപ്പത് കാഴ്ചയ്ക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ല ചവർ വീണ് ഇവിടെ താഴെയൊക്കെ അമ്മ മിക്ക ദിവസം തൂക്കുമെന്ന് തോന്നുന്നു. കൈ വൈകിലും അമ്മ എങ്ങനെയെല്ലാമൊക്കെ തൂത്തൊക്കെ വയ്ക്കും കേട്ടോ. അപ്പം പിന്നെ ഞാൻ അതാ ഇന്ന് ഇവിടെ എന്തായാലും എല്ലായിടത്തൊക്കെ തൂത്തിടാമെന്ന് വിചാരിച്ചു. ചെറിയ ചവറൊക്കെ ഉള്ളൂ, ഇന്ന് എന്തായാലും തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. തൂപ്പ് കഴിഞ്ഞിട്ട് നടത്ത് നേരെ വെള്ളം ഒഴിക്കുക എന്നുള്ള കലാപരിപാടിയിലേക്കാണ് പോവാറ്. വിളക്ക് എത്തിയ പരിപാടിയൊക്കെ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ ചെയ്തുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയമുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് വെള്ളം ഒഴിക്കാൻ ഇറങ്ങി. വെള്ളമൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചാണ് ഒഴിക്കുന്നത്. നമ്മുടെ സൂര്യൻ കണ്ടോ അസ്തമിക്കുന്ന മരങ്ങൾക്കിടയിൽ കൂടെ കാണുന്ന കണ്ടില്ലേ. അപ്പോൾ ആ റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചു നിൽപ്പുണ്ട്. പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോവും, അതെനിക്ക് ഉറപ്പാണ്. കാരണം കഴിഞ്ഞതിനും ഇങ്ങനെയായിരുന്നു, എല്ലാം വന്നിട്ട് എല്ലാം കൊഴിഞ്ഞു പോയി. കാരണം മഴയും വെയിലും ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ഇത് പോവും കേട്ടോ. അങ്ങനെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് വെച്ച ഒരാൾ. അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ വെള്ളവും വേണം വെയിലും വേണം, അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചൊന്നും നനച്ചങ്ങ് വിടുന്നേ ഉള്ളൂ. മഴയൊന്ന് പെയ്തെങ്കിലും ഇതിലൊക്കെ നല്ല ആശ്വാസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ചായ കുടി എന്നുള്ള കലാപരിപാടിയിലേക്ക് വീണ്ടും തിരിച്ചിരിക്കുകയാണ്. ചായയും എൻ്റെ ടിന്നും തൊട്ടടുത്തതിനുണ്ട്. ഞാനപ്പോൾ ചായ കുടിക്കുന്നു. ഇവിടെ ഒരാൾക്ക് ഞാൻ ഒരു തേങ്ങ എടുത്ത് കൊടുത്ത് ഇച്ചിരി കീറിയിട്ട് പറഞ്ഞിട്ടാ പൊടിച്ചു വയ്ക്കാനായിട്ടാണ്. തേങ്ങ തിരുമൽ എന്നുള്ള പരിപാടി എനിക്കിവിടെ ഇല്ല, അറിയാമല്ലോ. ഞാൻ പൊടിച്ചു വയ്ക്കാൻ ലൈസൻസിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് കൊടുക്കാൻ കുറേ ആളുണ്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ സമയം രാത്രിയാവും, വരുമ്പോൾ രാവിലെ പോവും, അപ്പോൾ സമയമില്ലല്ലോ. ഇന്ന് പോയി വീട്ടിൽ നിന്ന് കൊണ്ട് പെട്ടെന്ന് ഓർമ്മിച്ച് ഞാൻ എടുത്തു വയ്ക്കും. അപ്പോൾ നമ്മൾ നടന്ന് തൊഴിയങ്ങ് ഇറങ്ങുമ്പോൾ കടയാവും. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പം നമുക്കവിടെ കടയുണ്ട്. കടയിൽ പോയി കോപ്പി എടുക്കാൻ പോകുന്നു ഗൈസ്. ഇവിടെ നമ്മുടെ കട. അങ്ങനെ അത് ഞാനും ധ്യാനൂടെ പോയി കോപ്പിയൊക്കെ എടുത്തോട്ട് അപ്പുറത്തൊരു കടയുണ്ട്. അവിടെ കയറിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വരത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ഷർട്ട് പോലൊരു ടോപ്പ് എടുത്ത് ഗൈസ് അതും കൂടെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഞങ്ങളുടെ ഇങ്ങനത്തെ തിരിച്ച് നടന്നപ്പോൾ വയ്യ ഗൈസ്, നടക്കാൻ വയ്യെന്നാണ് ഞാൻ പറയുന്നത്. ഒത്തിരി നടക്കാൻ വലിയ പാടാണ് ചെറുക്കന്. അപ്പോൾ നമ്മൾ വിളക്ക് എത്തിക്കാനായിട്ട് എല്ലാ വീടുകളും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വിളക്ക് എത്തി ലൈറ്റ് വിട്ട് നമ്മളവിടെ വിളക്ക് അമ്മ കത്തിക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അതെ, അമ്മയുടെ വിളക്ക് കത്തിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ലിയോയും റോണിനെയും വെളിയിൽ, ലിയോനെ കെട്ടിയിട്ടേക്കും, റോണി ഗേറ്റിനോടെ തന്നെ കാണും കേട്ടോ. ഗേറ്റ് കടന്ന് ഇങ്ങനെ അവൻ വെളിയിലോട്ട് പോകൂല, എന്നാലും ഓടി വരും കേട്ടോ. ലിയോ അവിടെ കിടക്കുന്നു, റോണി ഓടി വരും.
ഈ ഒരു ഇച്ചിരി നേരം തുറന്നു വിട്ടതിന്റെ പേരിൽ അവൻ കാലെ കൊണ്ടുപോയി മുറിച്ച്. അങ്ങനെ പിന്നെ അവനെ പിടിച്ച് കെട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ കുറേ എണ്ണം പോയി കിടക്കുകയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലം അടുത്തുള്ളതുകൊണ്ട് ഇതിന്റെ പാട്ടൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവൻ ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയുടെ കഴിയും. ദാണ്ട ഇതിങ്ങനെ നിൽക്കും. ഇവിടെ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് വെളിയിൽ നിന്ന് തൊഴുന്നതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇവന്റെ ഒരു ഹോബി. അകത്തോട്ട് കയറില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പ്രതിഷ്ഠ ഒന്ന് മാറും, ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അമ്മ അവിടെ വിളക്ക് കത്തിച്ച് അങ്ങനെ അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ നേരെ അകത്ത് പോവും. അപ്പോൾ എൻ്റെ കൊച്ച് വിളക്ക് കത്തിപ്പ് കഴിഞ്ഞിട്ട് നേരെ പഠനത്തിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി ഞാൻ ഉള്ള ദിവസങ്ങളിൽ അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ അന്നന്ന് പഠിപ്പിച്ചൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അല്ലാത്ത ദിവസം അവൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തോളും കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല, പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാട്ടില്ലേ ഈ ഒരു നിപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കും. ഇതിപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായി, ചോറ് തരാറായില്ലേ എന്ന് ചോദിക്കാനുള്ള നിപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ അമ്മയെടുത്ത് അമ്മ ചോറെടുക്കാനായിട്ട് പോയപ്പോൾ അവൻ ചാടി അങ്ങ് എണീക്കും. അവനറിയാം ചോറിൻ്റെ പാത്രം കഴുകുമ്പോഴേ. ഇവനതാണ് ഞാൻ പറഞ്ഞത്, ചെവിക്ക് ഇച്ചിരി പ്രശ്നമുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഇവനിങ്ങനെ സൗണ്ടൊന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നില്ല ഇപ്പം. അങ്ങനെ ചോറ് തിന്നാനുള്ള സമയമായി. നേരത്തെ നമ്മൾ ചോറ് കഴിക്കും, 7 മണി 7:30 ആകുമ്പോൾ കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈറ്റർ കുട്ടപ്പൻ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോവാണ്. വെള്ളമൊക്കെ മാറ്റിക്കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കളറൂടെ വാങ്ങിക്കണം കേട്ടോ. ഒരുത്തനെ ഇവിടെ വാഴുന്നുള്ളൂ, രണ്ടെണ്ണത്തിന് ഒരു നേരത്ത് ഇടുമ്പോൾ പെട്ടെന്ന് ചത്തു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരാൾ ജോലി തുടങ്ങി, വർക്ക് ഫ്രം ഹോം നടക്കട്ടെ. അങ്ങനെ എൻ്റെ അമ്മ റോണിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. റോണി ഇതിനാണ് അവിടെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ റോണി ചോറ് കൊടുത്ത് കഴിഞ്ഞ ശേഷം ലിയോയ്ക്ക് ഞാൻ ചോറ് കൊടുക്കും. അതും കൂടെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ അതാ ചപ്പാത്തിയും ഒരു മുട്ടയും കുറച്ച് മീൻകറിയും, ഇതാണ് എൻ്റെ രാത്രി ഫുഡ്. അമ്മയ്ക്കും ധ്യാനൂസിനും ചോറ്, നിഷാടിന് പുട്ട്, രാവിലെ അയച്ച പുട്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കള അടയ്ക്കാനുള്ള സമയമായിരിക്കുന്നു. നാളത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് വെച്ചു. ഈ അടുക്കള അടച്ചു കഴിഞ്ഞു. അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ അടുക്കളയും എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ എൻ്റെ അടുക്കള ഇവിടെ അടയ്ക്കുകയാണ് ഗൈസ്. ഇനി രാവിലെ 4 മണിക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ എന്നെ കാണുന്നത് കണ്ടില്ലേ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ നേരെ എൻ്റെ അടുത്ത പരിപാടി എന്താണെന്നുള്ള കാണിച്ചു തരാം. ഇവിടെ ഫാനൊക്കെ ഇട്ട് തുടച്ചിട്ട് ഞാൻ ഫാനൊക്കെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഉണങ്ങി റെഡി ആകുമ്പോഴത്തേക്ക് ആ ഫാനൊക്കെ ഓഫാക്കും. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ അടുത്ത ജോലിയിലേക്ക് പോകുകയാണ് ഗൈസ്. ഞാനപ്പോൾ നാളത്തേക്കുള്ള എൻ്റെ യൂണിഫോമൊക്കെ തേക്കുക എന്നുള്ളൊരു കലാപരിപാടിയിലേക്ക് തിരിയുകയാണ് ഗൈസ്. എൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്, ഞാൻ തേക്കാൻ പോവുകയാണ്. ഇന്ന് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.